താങ്ങി വന്ന് എന്റെ മോനെ കണ്ടു. മോനെ നോക്കണ എന്താണ് ഉണ്ടായത്? എന്തിനാ അവനത് ചെയ്തത്? കെട്ടി തൂങ്ങി ചാവാനും മാത്രം എന്താ അവന്റെ പ്രശ്നം? എനിക്കറിയില്ല. അവനൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഡിപ്രഷനാണെന്ന്, ഡിപ്രഷൻ സഹിക്കാൻ വയ്യാത്ത ആത്മഹത്യ ചെയ്യാൻ പോകുന്ന എഴുതിയിട്ടുണ്ട്. ഡിപ്രഷനോ? എനിക്കറിയില്ല. ഡിപ്രഷനോ എന്ത് മണ്ണാണ്ടത്തെ ആവട്ടെ, ഒരു വാക്ക് നമ്മളോട് പറഞ്ഞതെങ്കില് നമ്മൾ അവന്റെ കൂടെ നിൽക്കില്ലായിരുന്നടാ. ശരിയാ, എന്തിനേതിനും നമ്മൾ അവന്റെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. ലോകത്തിന്റെ ഏത് മൂലയിലാണ് അവനുള്ള ചികിത്സ ഉള്ളതെങ്കിൽ നമ്മൾ അവനെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ലടാ. കോതൂർച്ചി ടൗൺ വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ? ലോകത്തിന്റെ മൂലം. ഡിപ്രഷൻ കേസല്ലേ? ഇനിയിപ്പോ പണ്ട് വല്ല കാര്യമുണ്ടോ? ഒക്കെ കഴിഞ്ഞില്ലേ? എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടുത്തിയാട്ടം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. നിന്റെ സംശയമൊക്കെ മുറിവ് പിടിച്ച് എൻ്റെ കൂടെ വാ. നിന്റെ നന്മതിന്മയൊക്കെ തൂക്കി നോക്കിയിട്ട് നിന്നെ പൊരിക്കാൻ കൊടുക്കുള്ള നല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അവരോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ അവരെൻ്റെ കൂടെ അങ്ങനെ തൂങ്ങിയില്ലായിരുന്നെങ്കിൽ അവരുടെ കൂടെ സുഖമായി ജീവിക്കാറുള്ളൂ. കഴിഞ്ഞു പോയില്ല മനെ. കാലം ചേട്ടാ, എനിക്കൊരു ചാൻസ് കൂടെ തരാൻ പറ്റുമോ? ഭൂമിയിലേക്ക് തന്നെ ഒരു തവണ കൂടെ അയക്കാൻ പറ്റുമോ? ഏയ് അതൊന്നും പറ്റില്ല. ഞാനേ ആ തെക്കേലെ ശാന്തടുത്ത് 75 വയസ്സ് അവർ ആത്മാവിനെ പിടിക്കാൻ പോണ വഴിക്കാ നീ കയറി തൂങ്ങിയത്. ഒരു കാര്യമില്ലാതെ ഇനിയിപ്പോ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം അവർ ആത്മാവിനെ പോയി പിടിക്കാൻ. അവരെ ശ്വാസം കിട്ടാതെ കിടക്കുക. പ്ലീസ് എന്താണെന്ന് പറയുന്നോക്ക്. അയ്യോ, എന്റെ കൂട്ടുകാരൊന്ന് കരയുന്നതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് പോകണം. ഒരു ശല്യമില്ല. എന്താ ചെയ്യ പാകക്കി പോയിട്ടില്ല. കരയണ്ട നിക്ക് ആലോചിക്കട്ടെ. ഹലോ, പഠിച്ചോനെ. പിന്നെ നമ്മുടെ ഇന്നലെ തൂങ്ങിച്ചത്തില്ല ചെക്കൻ. അല്ലത്ര വളവ് വീട്ടിൽ ചെക്കനെ. അതന്നെ അവനാകെ അവനവൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. എന്നാ വിളിച്ചോ? അല്ല, അതിൻ്റെ തീയൊന്ന് കുറച്ച് വെക്ക്. അല്ല, അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നാലും ചെയ്യാൻ പറ്റുമോ? ഒരു ചെറുപ്പക്കാരനല്ലേ, മറ്റേ ജീവിതമല്ലേ. ശരി, എന്തെങ്കിലും ഓക്കെ. ശരി ഓക്കെ. ഇതുവരെ ഒരാൾക്കും കൊടുക്കാത്തൊരു ഓഫർ പടത്തിന് നിനക്ക് തന്നിരിക്കുകയാണ്. നിന്റെ കാര്യത്തിലാണ് പടത്തിന് വരെ സങ്കടം വന്നെന്ന് പറയുന്നത്. മൂപ്പരൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഭൂമിക്ക് തിരിച്ചു പോവാം. നീ തൂങ്ങി മരിച്ചതിന്റെ തലേ ദിവസം മുതലുള്ള ദിവസം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇനി ഇമാതിരി വെള്ളിക്കെട്ട് എന്തെങ്കിലും കൊണ്ട് തന്നേക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കാം? നന്ദി നന്ദി. പോയിട്ട് പോകാൻ മതി. മറ്റോ വരുമ്പോഴേക്കും വേണ്ടടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണ്ട. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാന്ന്? കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്നിനും ഒരു മൂടി. എന്റെ മൂടൊക്കെ ഇവിടെ ഇരിക്കണേ. ഞാൻ 2 ദിവസമായി വിചാരിക്കണം ഇടയ്ക്കൊക്കെ 2 അടിക്കണം. അപ്പൊ അതുമില്ല. അതിനന്ന് മന്തി കഴിക്കാൻ വിളിച്ചിട്ട് എന്ത് ചെയ്യും വരാത്തത്? എവിടെ വന്നാലും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, മനസ്സിനൊരു സമാധാനം, ഒരു കാരണമില്ലാതെ മനസ്സിനൊരു ടെൻഷൻ. ആത്മഹത്യ ചെയ്താലോന്ന് വരെ തോന്നുക. എനിക്ക് തോന്നുന്നത് എനിക്ക് ഡിപ്രഷനാണെന്നാ. ഡിപ്രഷൻ സ്പെല്ലിംഗ് അറിയാം? ഇപ്പന് പ്രാന്താണ്. ഗവൺമെന്റ് ജീവനക്കാരെ മോനാണ്, എന്നിട്ടാണ് മോനെ പൊന്നാൻ കണ്ടത്. വലിയേ ആൾക്കൊക്കെ പോയി ചത്തൂറ ഡിപ്രഷൻ മൂട് പോയി. ആഴ്ച പോയി വന്ന
അച്ഛാ എനിക്ക് ഡിപ്രഷനാണ് അച്ഛാ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നീ അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നു. പോയി വല്ല പണിക്കും പോടാ. അമ്മ അമ്മ എനിക്ക് ഡിപ്രഷൻ ഉണ്ടാമ്മ. ആണോ? മോൻ ഏത് കോഴ്സിനാ അത് കിട്ടിയേ? ഡിസ്റ്റിങ്ഷൻ അല്ല അമ്മേ, ഡിപ്രഷനാണ് ഡിപ്രഷൻ. പെങ്ങളുട്ടി ഒരു മിനിറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മണീസ് വ്ലോഗ്. അപ്പൊ എന്റെ ഏട്ടായിക്ക് ഡിപ്രഷൻ ആണ്, ഡിപ്രഷൻ. അപ്പൊ എന്റെ ഏട്ടായിക്ക് വേണ്ടി ഒരു 10 ലൈക്ക് കൂടുതൽ തരണം കേട്ടോ. ടാറ്റാ. എനിക്ക് ഡിപ്രഷനാണ് ഡിപ്രഷൻ. നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കും. ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എടാ ചങ്ങായി, നീ വീണ്ടും തൂങ്ങിയില്ലേ? അതെ, എന്റെ ഡിപ്രഷനുള്ള പ്രധാന കാരണം അവന്മാരും പിന്നെ എന്റെ ഫാമിലിയൊക്കെ ആയിരുന്നു. അതിനേക്കാൾ നല്ലത് ഇവിടെയാണ്. വാ നമുക്ക് പോവാം. എന്നാൽ സ്ഥലത്ത് ആളില്ലായിരിക്കും അല്ലേ?